നമസ്കാരമുണ്ട് ഏവർക്കും. ഈശ്വര കടാക്ഷം ലഭിക്കണമെങ്കിൽ ഈശ്വരനാമം ഭജിക്കണം. ഈശ്വരനാമം വെറുതെ ഭജിച്ചാൽ ഈശ്വരൻ കടാക്ഷിക്കുമോ? ഇനിയും ഈശ്വര കടാക്ഷം വേഗം ലഭിക്കണമെങ്കിൽ വ്രതം നോക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് വ്രതം? വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെ? വ്രതം അതിൻ്റെ പൂർണ്ണമായ ഫലത്തെ പ്രദാനം ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ? ആഹാരം ഉപേക്ഷിച്ചാൽ മാത്രം, അല്ലെങ്കിൽ ആഹാരത്തിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തിയാൽ മാത്രം വ്രതം പൂർണ്ണതയിലേക്ക് എത്തുമോ? ഇത് ലളിതമായി നമുക്കൊന്ന് അറിയുവാൻ ശ്രമിക്കാം. ധാരാളം മിത്രങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങളിൽ ഒന്നാണ് ഈ ഒരു സംശയം. ആദ്യം ചോദിച്ച വിഷയത്തിലേക്ക് തന്നെ കടക്കാം. ഈശ്വര കടാക്ഷം ലഭിക്കണമെങ്കിൽ ഈശ്വരനാമം ജപിക്കേണ്ടതുണ്ടോ? ഈശ്വരനെ ഭജിക്കേണ്ടതുണ്ടോ? ഭജിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈശ്വര കടാക്ഷം ലഭിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം ധന്യമാകണമെങ്കിൽ ഈശ്വര സ്മരണയുണ്ടാകണം. കാരണം എനിക്ക് ഈ വിശ്വപ്രകൃതിയെ കാണുവാനും അറിയുവാനും എല്ലാം ആഹരിക്കുവാനും ആസ്വദിക്കുവാനും കഴിയുന്നത് എൻ്റെ ഉള്ളിൽ ആ വിശ്വബ്രഹ്മം പ്രാണരൂപിയായി വർത്തിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ സർവരക്ഷകനാണ് ആ ബ്രഹ്മം. എൻ്റെ ശരീരമെന്ന് പറയുന്ന ഈ ജഡപരമായ ദേഹത്തെ പ്രവർത്തന സജ്ജമാക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൽ ആ ചൈതന്യ സ്വരൂപൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും എനിക്കിത് ചെയ്യുവാൻ കഴിയുന്നത് ആ സർവേശ്വരൻ അന്തര്യാമിയായി എന്നിൽ വർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നൊന്ന് ചിന്തിച്ചാൽ തന്നെ നമ്മൾ എല്ലാ കർമ്മങ്ങളും കൃത്യതയോടും വൃത്തിയായും വെടുപ്പായും ചെയ്യുവാൻ ശ്രമിക്കും. കാരണം എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് സർവേശ്വരനാണ് എന്ന ബോധം വരുമ്പോൾ സർവേശ്വരൻ്റെ ഹിതത്തിനനുസരിച്ച തരത്തിലേക്ക് ചെയ്യുവാനും മാറുവാനുമുള്ള ഒരു ത്വര അല്ലെങ്കിൽ പ്രവണത നമ്മിലേക്ക് വന്നു ചേരും. നമ്മൾ തന്നെ നമ്മുടെ പ്രവർത്തനത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തും. ഈശ്വര കോപത്തിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയും സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അതിലൂടെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമാകും. ഈശ്വരന് ഹൃദ്യമായിട്ടുള്ളത്, പ്രിയപ്പെട്ടതായിട്ടുള്ളത് ധാർമ്മികപരമായിട്ടും കാരുണ്യത്തോടും കടാക്ഷത്തോടും സ്നേഹമസൃണമായ പ്രവൃത്തിയും സമീപനങ്ങളുമാണ്. അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ച് വർത്തിക്കുന്നവൻ ഒരുപക്ഷെ ക്ഷേത്ര ദർശനം പോലും നടത്തേണ്ടതില്ല എന്ന് ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം പ്രവൃത്തിയിലൂടെ ഈശ്വരപൂജ ചെയ്യുകയാണ്, അവനവൻ്റെ കർമ്മത്തിലൂടെ ഈശ്വരപൂജ ചെയ്യുകയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃത്യമായി അതിനെ നമ്മൾക്ക് വിവരിച്ചു തരുന്നുമുണ്ട്. ഏതായാലും വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഈശ്വര ബോധത്തോടുകൂടി ഈശ്വര സ്മരണയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ പരിപൂർണമായ ഫലത്തെ പ്രദാനം ചെയ്യും. അങ്ങനെയെങ്കിൽ എന്തിനാണ് പിന്നെ വ്രതം ആചരിക്കേണ്ടത്? വ്രതം ആചരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. വ്രതം ആചരിക്കേണ്ടത് അത്യന്താപേക്ഷിതമൊന്നുമല്ല. പക്ഷെ വ്രതം ആചരിച്ചതുകൊണ്ട് ഗുണമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. കാരണം എൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഞാനിവിടേക്ക് എത്തിയിരിക്കുന്നത് ഈ മർത്യവേഷം അഴിച്ചു വെച്ച് പരിപൂർണമായ ബ്രഹ്മപദത്തെ പ്രാപിക്കുവാനോ, അതുമല്ല എങ്കിൽ അടുത്തൊരു ജന്മം എനിക്കുണ്ടെങ്കിൽ അത് ഉത്തമകരമായ ജന്മമാകുന്നതിന് വേണ്ടി കിട്ടുവാണ്. ആ ബോധത്തോടു കൂടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ജന്മത്ത് കഴിയുന്നത്ര തെറ്റുകളും കുറ്റങ്ങളും ഒഴിവാക്കുവാനും അധാർമികമായ ചിന്തകളിലൂടെ സഞ്ചരിക്കാൻ പോലും തയ്യാറാകാതെയും ഇരുന്നാൽ തന്നെ നമ്മൾ പരിപൂർണമായ ജീവിത വിജയം കരഗതമാക്കും. എപ്രകാരമെന്നാണെങ്കിൽ ഈശ്വര കടാക്ഷം വളരെ വേഗത്തിൽ നമ്മൾക്ക് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനാ സമ്പ്രദായമാണ് വ്രതം, അല്ലെങ്കിൽ അനുഷ്ഠാനമാണ് വ്രതം. വ്രതം പലപ്പോഴും പല രീതിയിൽ പലയിടങ്ങളിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പൊതുവായി വ്രതമെന്ന് കേട്ടാൽ നമ്മുടെ ഓർമ്മയിലേക്കും ബുദ്ധിയിലേക്കും എത്തുന്നത് ആഹാര നിയന്ത്രണമാണ്. ആഹാരത്തിൽ അല്ലറയില്ലറ നിയന്ത്രണങ്ങൾ വരുത്തിയാൽ വ്രതം പൂർണ്ണതയിലേക്ക് എത്തുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ശരിക്കും ആഹാരത്തിൽ നിയന്ത്രണമില്ല എങ്കിലും ഭഗവത് കോപം ഉണ്ടാവുകയില്ല. എന്ന് വെച്ച് നിയന്ത്രണം വേണ്ട എന്നല്ല. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം സത്വ രജ തമോ ഗുണങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശാരീരികമായ പ്രവർത്തനത്തെയും മാനസികമായ സംഘർഷത്തെ ലഘൂകരിക്കാവുന്ന തലത്തിലേക്ക് എത്താമെന്ന് ഭഗവാൻ ശരിയായി തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആഹാര നിയന്ത്രണം അത്യന്താപേക്ഷിതമായി വേണ്ടത് തന്നെയാണ്. എങ്കിലും അതിനും അപ്പുറം നമ്മൾ നേടേണ്ട ചില നിയന്ത്രണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് മാനസികമായ നിയന്ത്രണം. സ്വന്തം നാവ് കൊണ്ടോ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാതിരിക്കുക.
മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കാണുവാനും അതിനെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് ആനന്ദം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്താൽ ആ വ്രതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അന്ന് എത്ര കഠിനമായ വ്രതമാണ് നിങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിലും, നിരാഹാരിയായിട്ടാണ് അനുഷ്ഠിക്കുന്നതെങ്കിലും ഒരു പ്രയോജനവുമില്ല. കാരണം മറ്റൊരുത്തൻ്റെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞ് അത് ദർശിച്ച് ആനന്ദം അനുഭവിക്കുന്നവൻ വ്രതഭംഗം വരുത്തുക തന്നെയാണ്, ഈശ്വര കോപത്തിന് ഇരയാവുകയാണ്. കാരണം ഞാൻ മറ്റൊരുത്തിൽ കുറ്റം കാണുമ്പോൾ അവനെയും അവനാക്കി വെക്കുന്നത് ആ ബ്രഹ്മമാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ബ്രഹ്മത്തിലാണ് ഞാൻ കുറ്റം ആരോപിക്കുന്നത് എന്ന ബോധമുണ്ടാകണം. അതുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുമ്പോൾ യാതൊരു കാരണവശാലും മനസാ വാച കർമ്മണ ആരെയും കുറ്റപ്പെടുത്തുവാനോ ആരുടെയും കുറവുകളും കുറ്റങ്ങളും മറ്റുള്ളവരുമായി പറഞ്ഞ് ആനന്ദം അനുഭവിക്കുവാനോ, സ്നേഹത്തോടും സഹനത്തോടും സാധുക്കളോടും സഹജീവികളോടും എന്തിന് ശത്രുക്കളോട് പോലും തന്നാൽ കഴിയാവുന്ന രീതിയിൽ കരുണയോടും സ്നേഹത്തോടും ക്ഷമയോടും കൂടി പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ ആ വ്രതം പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. വ്യക്തിവിരോധങ്ങൾ ഉണ്ടായെങ്കിൽ അതൊക്കെ പ്രകടിപ്പിക്കാനുള്ള സമയവും സന്ദർഭമായി വ്രതദിനത്തെ ഉപയോഗപ്പെടുത്തിയാൽ ഒരു പക്ഷേ ആ വ്രതം അർഹിക്കുന്ന ഫലത്തെ പ്രദാനം ചെയ്യില്ല. അതുകൊണ്ട് കഴിയുന്നത്ര ഏകാന്തമായ രീതിയിൽ ഇരിക്കുവാനും കിട്ടുന്ന സമയത്തിൽ മനസ്സിനെ ഇതര ചിന്തകളിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി ഏതൊരു ദേവപ്രീതിക്ക് വേണ്ടിയിട്ടാണോ ദേവി പ്രീതിക്ക് വേണ്ടിയിട്ടാണോ വ്രതം അനുഷ്ഠിക്കുന്നത് അതാതു ദേവന്റെയും ദേവിയുടെയും മന്ത്രം കൂടി ജപിക്കുകയാണെങ്കിൽ മനസ്സിന് ഏകാഗ്രത വരികയും മന്ത്രം നമ്മുടെ നാവിലേക്ക് ഒഴുകിയെത്തുന്ന അതേ മാത്രയിൽ തന്നെ ഹൃദയകമലത്തിൽ ആ സർവേശ്വരനെയോ സർവേശ്വരിയോ കാണുവാൻ ശ്രമിക്കണം. മാനസപൂജയ്ക്ക് വളരെയേറെ പ്രാധാന്യമാണ്. യാതൊരു വിഭവങ്ങളുടെ ആവശ്യകതയില്ലാതാനും എന്നാൽ സ്വയം അവനവൻ തന്നെ അവനവൻ്റെ മനസ്സുകൊണ്ട് ഭഗവത് പാദങ്ങളിലേക്ക് അർച്ചിക്കുന്നു. സ്വയം പൂജ പുഷ്പമായി മാറുന്ന മഹത്തായ ചടങ്ങ്. അതുകൊണ്ട് വ്രതം ആചരിക്കുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനത്തിന് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും തെറ്റില്ല. പക്ഷേ ഏതൊരു മൂർത്തിയുടെ പ്രീതിക്കായിട്ടാണ് വ്രതം അനുഷ്ഠിക്കുന്നത് ആ മൂർത്തിയുടെ രൂപത്തെ അകക്കണ്ണുകൊണ്ട് കണ്ട് നാവിലൂടെ സമയം കിട്ടുമ്പോഴെല്ലാം ആ നാമം ജപിക്കണം. രണ്ടു നേരവും ശരീരശുദ്ധി വരുത്തണം. അതിനോടൊപ്പം അമിതമായ എരിവും പുളിവും അതുപോലെ തന്നെ ഇതര ജീവജാലങ്ങളുടെ ശാരീരിക അവശിഷ്ടങ്ങൾ അജൈവമായിട്ടുള്ളവ കഴിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളിച്ചതും പുളിച്ചതുമായിട്ടുള്ളവ കഴിയുന്നത്ര ഉപേക്ഷിക്കണം. കഴിയുന്നതും ഭഗവാന് നിവേദിച്ച വിഭവം അല്ലെങ്കിൽ അതേപോലെ ഏതൊരു വിഭവമാണോ എപ്രകാരമാണോ നമ്മൾ ഭഗവാന് നിവേദിക്കുന്നത് അതേ രീതിയിൽ തയ്യാറാക്കിയ വിഭവമാണ് ഭുജിക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട, വ്രതം അതിൻ്റെ പൂർണ്ണതയിലേക്കെത്തും. ഒരിക്കൽ കൂടി പറയട്ടെ, ആഹാരപരമായ അശുദ്ധിയേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനസികമായ അശുദ്ധിയാണ്. അതുകൊണ്ട് മനസ്സ് ശുദ്ധമാകട്ടെ, ഹൃദയം നിർമ്മലമാകട്ടെ. ഈശ്വര നാമങ്ങൾ ജപിച്ചുകൊണ്ടും സൽക്കഥകൾ പറഞ്ഞുകൊണ്ടും മറ്റുള്ളവരുടെ നന്മകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും സഹചരെയും സഹജീവികളെയും തന്നാൽ കഴിയാവുന്ന രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടും അന്നവും വസ്ത്രവും കഴിയാവുന്ന രീതിയിൽ ദാനധർമാദികൾ ചെയ്തും സാധുക്കളോട് കരുണയോടുകൂടി പെരുമാറിയും അവശത അനുഭവിക്കുന്നവർക്ക് ഒരു നേരത്തെ മരുന്നോ ഒരിറ്റ് ആഹാരമോ കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതിനുമപ്പുറം സുഹൃതമായി ഒന്നും തന്നെയില്ല. ഈശ്വരൻ സന്തോഷിക്കുന്നത് സാധുക്കളിൽ സന്തോഷിക്കുമ്പോഴാണ്. അതുകൊണ്ട് സമസ്ത ജീവജാലങ്ങളിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ആ ചൈതന്യ സ്വരൂപൻ തന്നെയാണ് എന്ന ചിന്തയോടുകൂടി വ്രതം പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇച്ഛ പോലെ അഷ്ടൈശ്വര്യങ്ങളും നിങ്ങൾക്ക് വിധേയമായി മാറുക തന്നെ ചെയ്യും. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, എവർക്കും നമസ്കാരം. ഹരി ഓം.